ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ക്ലാസ്സിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കണ്ടേ. ഇൻട്രൊഡക്ഷൻ പഠിച്ചിരുന്നത് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കി. ഒരു മിനിറ്റ്. ഓക്കെ, മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കി. പിന്നെ മാർക്കറ്റ് എന്താണെന്ന് കണ്ടു. പിന്നെ കസ്റ്റമേഴ്സ് മാർക്കറ്റ്, 4 ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് നോക്കി. സെല്ലിംഗ്, ബൈയിങ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, സ്റ്റാൻഡർഡൈസേഷൻ, ഫിനാൻസിങ്, സ്റ്റേക്കിംഗ്. ഇത്രയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിങ്ങും. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഫസ്റ്റ് ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. ഇത് ഞാൻ P²S²M എന്ന് എഴുതിയിരിക്കുന്നത് ഷോർട്ട് ഫോം ആണ്. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ഫോംസ് ആണ് എഴുതിയിരിക്കുന്നത്. P²S²M. അതായത് ഇത് മാറ്റി വെച്ചാൽ P² എന്ന് പറഞ്ഞാൽ 2 P ഉണ്ട്, S² 2 S ഉണ്ട്, ഒരു M ഉണ്ട്. അങ്ങനെ ടോട്ടല് 5 എണ്ണമാണ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്. ഫിഗർ നോക്ക്. നമ്മൾ യൂണിവേഴ്സിറ്റി ചോദിക്കുകയാണെങ്കിൽ മുമ്പ് ഒരു ഫിഗർ വരയ്ക്കണം. കുറെ സർക്കിൾ വരച്ചിട്ട് ഓരോ സർക്കിൾ ഇങ്ങനെ എഴുതണം. ഫസ്റ്റ് P എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. സെക്കൻഡ് P പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. ഫസ്റ്റ് S selling concept, and another is social marketing concept. Then EM is marketing concept. നമ്മൾ P²S²M എന്ന് എഴുതുന്നെങ്കിലും ഓർഡർ ഇങ്ങനെ അറിയണേ. പ്രൊഡക്ഷൻ, പ്രൊഡക്റ്റ്, സെല്ലിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മാർക്കറ്റിംഗ്. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഓർത്തിരിക്കാനുള്ളതാണ് P²S²M. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നോക്കാം. 5 concepts of marketing are the production concept, the product concept, selling concept, the marketing concept, and the social marketing concept. These are the 5 concepts of marketing. Then the first is the production concept. The production concept is based on the type of production that a company is used to produce a product. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് ഒരു കമ്പനിക്ക്. അറിയാമല്ലോ, നമുക്ക് ഏതൊരു വസ്തു ഉണ്ടാക്കാനാണെങ്കിലും ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും കമ്പനി അവരുടെ പ്രൊഡക്ഷൻ ടെക്നിക്ക് പല ടൈപ്പാണ്. ചില കമ്പനീസ് ബാച്ച് പ്രൊഡക്ഷൻ ചെയ്യും, ചില കമ്പനീസ് മാസ് പ്രൊഡക്ഷൻ ചെയ്യും. ബാച്ച് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനും ഒരു ബാച്ച് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെല്ലിങ്ങും അതിൻ്റെ സെയിൽസ് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൾക്ക് എമൗണ്ടിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാരണം അത് കമ്പനിക്ക് ലോസ് വരുമോ, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ ആ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കത്തുള്ളൂ. അതിനാണ് ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബാച്ചായിട്ടായിരിക്കും. ഫോൺസ് ആണെങ്കിലും ശരി, ലാപ്ടോപ്സ് അതുപോലെയുള്ളതൊക്കെ ബാച്ച് പ്രൊഡക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. കുറച്ച് എമൗണ്ട്സേ ആദ്യം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അത് മാർക്കറ്റിൽ സക്സസ് ആണ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ സെല്ലിങ് നടക്കുന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് ബാച്ച് ക്രിയേറ്റ് ചെയ്യും. അതാണ് ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മാസ് പ്രൊഡക്ഷൻ മീൻസ് ഒരു ഹ്യൂജ് എമൗണ്ട്, മാസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വലിയ ലാർജ് എമൗണ്ട് അല്ലെങ്കിൽ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാസ് പ്രൊഡക്ഷൻ. ഇപ്പൊ നമ്മുടെ ഈ ഈറ്റബിൾസ് ഒക്കെ, ഇപ്പൊ ഫ്രൂട്ടി, പെപ്സി, അതൊക്കെ മാസ് പ്രൊഡക്ഷൻ ആണ്. ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അത് അവർക്കറിയാം അതിന്റെ സെയിൽ എന്തായാലും നടക്കും, മാർക്കറ്റിൽ നല്ല രീതിയിൽ ചെലവാകുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ മാസ് പ്രൊഡക്ഷൻ. ഇപ്പൊ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, അതാണ് ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. നോക്കിയേ, സ്ലൈഡ് നോക്ക്. Production concept believe that customers primarily want products that are affordable and accessible. അതായത് ഈ എല്ലാ കൺസെപ്റ്റിലും, ഈ 5 കൺസെപ്റ്റിലും ഏതെങ്കിലും ഒരു കോമൺ ബിലീഫിനെ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഓരോ കൺസെപ്റ്റ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ബിലീവ് ദാറ്റ് കസ്റ്റമേഴ്സ് പ്രൈമർലി വാണ്ട് പ്രൊഡക്ട്സ് ദാറ്റ് ആർ അഫോർഡബിൾ ആൻഡ് ആക്സസിബിൾ. ഇത് അതായത് കസ്റ്റമറിന് നമുക്ക് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ, കസ്റ്റമറിന് ഈസിലി അക്സസിബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഒരു കമ്പനി. പിന്നെ
പറയുന്നത് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഹൈലൈറ്റ്സ് ദാറ്റ് എ ബിസിനസ് ക്യാൻ ലോവർ ഇറ്റ്സ് കോസ്റ്റ് വയ മാസ് പ്രൊഡക്ഷൻ. എപ്പോഴും ഒരു കമ്പനിക്ക് ലാഭം കൂട്ടാൻ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ കുറയ്ക്കുന്നത് മാസ് പ്രൊഡക്ഷനിൽ കൂടെ ആയിരിക്കും. കാരണം ഒരു ലേ ഔട്ട് ഒരു സമയം ക്രിയേറ്റ് ചെയ്താൽ മതി. ആ ലേ ഔട്ടിൽ കൂടെ തന്നെ പ്രൊഡക്റ്റ് ഒരുപാട് ഒരു സമയം ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും കമ്പനിക്ക് ലേബർ കോസ്റ്റ് ആയാലും ഇലക്ട്രിസിറ്റി കോസ്റ്റ് ആയാലും റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആയാലും എല്ലാം കുറയ്ക്കാൻ പറ്റും മാസ് പ്രൊഡക്ഷൻ ആണെങ്കിൽ. ഇപ്പൊ കമ്പനി എപ്പോഴും ഒരു മാസ് പ്രൊഡക്ഷൻ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇത് two main concerns of a company before they produce a product is that whether they can produce the product and if they could produce enough of it. അതായത് ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒരു കമ്പനിയുടെ ചീഫ് കൺസേൺ എന്ന് പറയുന്നത് ആ കമ്പനിക്ക് ഇനഫ് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇനഫ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഗിവൺ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ ആ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ. ദെൻ ആഫ്റ്റർ പ്രൊഡ്യൂസിങ് ദാറ്റ് ഇഫ് ദേ ആർ ഏബിൾ ടു മേക്ക് ഇനഫ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ആണ് അവരുടെ നെക്സ്റ്റ് കൺസെപ്റ്റ്. അതായത് ആ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ അവർക്ക് എന്താണ് ഇനഫ് പ്രോഫിറ്റ്, ഈ ടൈമിൽ ഇനഫ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതാണ് സെക്കൻഡ് കൺസെപ്റ്റ്. പിന്നെ ഇവിടെ ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എഫക്റ്റീവ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ദ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. അതായത് ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. അതായത് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. അതായത് കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ആ പ്രൊഡക്റ്റ് വേണം. അങ്ങനെയുള്ള കേസിലാണ് ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് മോർ എഫക്റ്റീവ് ആവുന്നത്. ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. അതായത് നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടിൽ ആവശ്യക്കാർ ഏറെയാണെങ്കിലാണ് ഈ പ്രൊഡക്റ്റ് സക്സസ് ആവുന്നത്. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഈ പ്രൊഡക്റ്റിന്. അതായത് it is not always the case that customer choose to buy the more affordable and easy accessible product. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. മോർ അഫോർഡബിളും ഈസി ആക്സസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണമെന്നില്ല എല്ലാവരും എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ നല്ല വസ്തുക്കളൊക്കെ തേടി പോകും. അപ്പം മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആകണമെന്നില്ല. അതാണ് ഇതിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. നെക്സ്റ്റ് ഈസ് ദ പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. അതാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധനം ഉൽപ്പാദിപ്പിക്കുന്ന രീതി. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലോ ആ വസ്തുവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഒരു കമ്പനി മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ആയിരിക്കും, അതിന്റെ ആക്സസിബിലിറ്റി ആയിരിക്കും, അതിന്റെ റിലയബിലിറ്റി ആയിരിക്കും. ഇതൊക്കെ ആയിരിക്കും കമ്പനി കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. അതായത് കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് നമ്മൾ ബൈ ചെയ്യണം. ഇത് കൂടുതലും നമ്മൾ ഫോൺ കമ്പനീസ് ഒക്കെയാണ് ഈ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. കാരണം അവർ എപ്പോഴും അവരുടെ പ്രൊഡക്ട്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ന്യൂ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ക്യാമറ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു ഫോൺ ഇറങ്ങി തന്നെ അറിയാമല്ലോ. ഇപ്പൊ ഐഫോൺ തന്നെ ഐഫോൺ ഇറങ്ങി ഇപ്പൊ 12 വരെ എത്തിയിരിക്കുകയാണ്. അത് ഓരോന്നും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പ്രൊഡക്റ്റ് കൺസെപ്റ്റും ആ ഒരു ഇതിലാണ് നമ്മൾ ആ കസ്റ്റമർ അതിന്റെ വിലയോ അല്ല നമ്മൾ നോക്കുന്നത്, ആ പ്രൊഡക്റ്റിനെ നോക്കിയായിരിക്കും കസ്റ്റമർ എപ്പോഴും അതിനെ വാങ്ങിക്കുന്നത്. അതാണ് ഈ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രൈസ് ഇപ്പോൾ 1 ലക്ഷം ആണെങ്കിലും പലരും ഉണ്ടല്ലോ ഐഫോൺ തന്നെ വേണമെന്ന് പറയുന്നത്. അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ഇതെല്ലാം നോക്കിയായിരിക്കും ആ വസ്തു വാങ്ങുന്നത്. ഓക്കെ, നോക്ക് സ്ലൈഡ് നോക്ക്. To believe that most significant priority of a customer are quality and functional characteristics of a product. അതാണ് പറഞ്ഞത്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതിന്റെ ഫങ്ഷൻസും ഒക്കെ അറിയാൻ കസ്റ്റമർ എപ്പോഴും നോക്കുന്നത്. It is based on the fact that customers look for innovative alternatives and always searches for the best of what is currently available in the market. അതായത് അപ്പം നമ്മളെ കസ്റ്റമർ നമ്മൾ തന്നെ എപ്പോഴും എന്താണ് നോക്കുന്നത്, കൂടുതൽ ഫീച്ചേഴ്സ് തിരക്കായിരിക്കും പോകുന്നത്. ഇപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അതിന്റെ പകരം വെക്കാൻ പറ്റിയ കൂടിയ ഇപ്പൊ ഫോണിന്റെ കാര്യം തന്നെ ഐഫോൺ മതി. ഇപ്പൊ സാധാ ഒരു ബഡ്ജറ്റ് ഫോൺസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഇഷ്ടംപോലെ മാർക്കറ്റിലുണ്ട്. അപ്പൊ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ളതും കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നതുമായിട്ടുള്ള ഫോൺ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ഈ കമ്പനി ആ ഒരു കൺസെപ്റ്റ് ആണ് മൈൻഡിൽ വെക്കുന്നത്. ഇപ്പൊ കസ്റ്റമർ എപ്പോഴും ഇങ്ങനെ ഓൾട്ടർനേറ്റീവിനെ സെർച്ച് ചെയ്യും. അപ്പൊ കമ്പനി എപ്പോഴും എന്ത് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. Product concept always have to review consumer needs and execute those changes as efficiently as quickly as possible. The product concept always have to review consumer needs and execute those changes as efficiently and as quickly as possible.
Okay. Another disadvantage of this concept is that the companies must recognize the superior quality of product does not make it sell automatically. ഇത് എന്താണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നോക്കിയ ഫോൺസ് നമ്മൾ നോക്കിയാൽ അറിയാം, അവരെന്ത് ചെയ്തു, അവരുടെ ക്വാളിറ്റിയാണ് അവർ എപ്പോഴും മേടിച്ചത്. താഴെ വീണാൽ പൊട്ടത്തില്ല, എങ്ങനെ വേണമെങ്കിലും സർവൈവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവരവരുടെ പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ഉള്ള ട്രൈ അവർ നടത്തിയിരുന്നില്ല പണ്ട്. ഇപ്പോൾ സാംസങ് പോലുള്ള കമ്പനീസ് വന്നപ്പോഴും അവരവരുടെ പ്രൊഡക്റ്റിൽ വിശ്വാസം അർപ്പിച്ചിരുന്നതുകൊണ്ടാണ് അവർക്ക് ലോസ് സംഭവിച്ചത്. അപ്പൊ കസ്റ്റമർ എപ്പോഴും അതിന്റെ ക്വാളിറ്റി സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് പറഞ്ഞിരിക്കുന്നില്ല. നമുക്ക് കൂടുതൽ ഓഫേഴ്സ് കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് പോകും. അതാണ് ഇതിന്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് ദ സെല്ലിംഗ് കൺസെപ്റ്റ്. സെല്ലിംഗ് കൺസെപ്റ്റ് ഇൻവോൾവ്സ് ദ കമ്പനീസ് ദാറ്റ് ആർ സെയിൽസ് ഓറിയന്റഡ്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സെയിലിനെ തന്നെ ഓറിയന്റഡ് ആണ്. ഇവിടെ കമ്പനിയുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് ഈ പ്രൊഡക്റ്റ് ആവശ്യമാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടല്ല സാധനം വിൽക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് പറഞ്ഞാൽ അത് അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മളുടെ കസ്റ്റമറിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും ആ പ്രൊഡക്റ്റിനെ വിൽക്കണം. ആ ഒരു കൺസെപ്റ്റാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. അതിനുവേണ്ടി അവർ അഡ്വർടൈസ്മെന്റ് ചൂസ് ചെയ്യാം. പിന്നെ സെല്ലിംഗ് പേഴ്സൺസ്, നമ്മുടെ വീടുകളിലൊക്കെ ഒന്ന് സെല് ചെയ്യുന്നുണ്ടല്ലേ, നമ്മളെ കൺവിൻസ് ചെയ്ത്, ആ കസ്റ്റമറിന് വേണ്ടായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ്, പക്ഷെ ആ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്ത് അത് എങ്ങനെയെങ്കിലും മേടിപ്പിക്കണം. അതാണ് സെല്ലിംഗ് കൺസെപ്റ്റ്. It involves companies that are sales oriented. They can make a product and then sell it to their target market without considering the consumer's needs or wants. അതാണ് ഇപ്പോൾ പറഞ്ഞത്. കൺസ്യൂമറിന് ആവശ്യമല്ല നോക്കുന്നത്, അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും വിൽക്കണം. ആ ഒരു കൺസെപ്റ്റാണ്. Companies would produce the product and try to convince consumers to buy them through personal selling and advertising. Objective was to beat the competition in sales with less regarding the satisfaction of a customer. അപ്പം ഈ കമ്പനിയുടെ ഉദ്ദേശം അവരുടെ കോമ്പറ്റീഷനെ മറികടക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിലുള്ള കോമ്പറ്റീഷനെ മറികടന്നിട്ട് അവരുടെ പ്രോഫിറ്റ് കൂട്ടുകയാണ്. ഇവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവരുടെ ഇമ്പോർട്ടൻസ് അല്ല, അവരുടെ വസ്തു എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ കൺസെപ്റ്റ് കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇതൊരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ ഇത് നിലനിൽക്കത്തില്ല. അതാണ് ഒരു മേജർ ഡിസ്അഡ്വാൻറ്റേജ്. ബിക്കോസ് ഇഫ് അതിന്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും, പക്ഷെ നമ്മളെ കൺവിൻസ് ചെയ്തൊരു സാധനം നമ്മൾ അടിച്ചേൽപ്പിക്കണം പ്രൊഡക്റ്റ്. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി വളരെ കുറവാണെങ്കിൽ നമ്മൾ അപ്പൊ ആ പ്രൊഡക്റ്റ് പിന്നീട് വാങ്ങിക്കത്തില്ല, അപ്പൊ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പം ഈ ഒരു സെല്ലിംഗ് കൺസെപ്റ്റ് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല. പ്രൊഡക്റ്റിന്റെ ലോഞ്ചിന് ശേഷം ലോങ് പീരീഡ് ഓഫ് ടൈം നിലനിൽക്കത്തില്ല. അപ്പൊ ഈ കമ്പനി ഉദ്ദേശിക്കുന്ന ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണല്ലോ, ഷോർട്ട് സ്പാനിൽ മാക്സിമം സെല്ലിംഗ് നടത്തുക എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്താണെന്ന് അറിയോ? ഇതില് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പ്ലേസ് ദ കൺസ്യൂമർ അറ്റ് ദ സെന്റർ ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതും മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. ഏതൊക്കെ ടൈപ്പ് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ് ഒരു കമ്പനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? പ്രൊഡക്റ്റിന്റെ സെയിലിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് അവർ സ്റ്റഡി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അതിന്റെ സെയിൽസിന് കൂടെ. അവിടെ കൺസ്യൂമറിനെയാണ് അല്ലെങ്കിൽ കസ്റ്റമറിനെയാണ് ആ ഓർഗനൈസേഷന്റെ സെന്ററിലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. Okay, it aims to understand the needs and wants of the consumer and execute the marketing strategy according to the market research. അപ്പോൾ ഇവർ കുറെ പേഴ്സൺസിനെ അപ്പോയിന്റ് ചെയ്യും മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നമ്മളൊരു ഫോണിന്റെ കാര്യം തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ മാർക്കറ്റ് സ്റ്റഡി ചെയ്യും. കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത് എന്താണ്. ഇപ്പൊ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ കയറി നോക്കിയാൽ അവർക്കത് മനസ്സിലാവും നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഏത് ടൈപ്പാണ്. അതായത് ചിലർ സെർച്ച് ചെയ്യുന്ന കൂടുതലും ക്യാമറ ക്വാളിറ്റി കൂടുതലുള്ള ഫോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ റാം കൂടുതലുള്ള ഫോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേണൽ സ്റ്റോറേജ് കൂടുതലുള്ളതായിരിക്കാം. അങ്ങനെയുള്ള ഫോൺസ് ആയിരിക്കും ഇത് കൂടുതലും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാം, മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് ഈ കസ്റ്റമറിന്റെ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ നീഡ്സും വാണ്ട്സും പഠിച്ചിട്ട് അതനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. As sales begins, further research can be implemented to figure out customers' things about a product and whether improvements are needed. അതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സ്റ്റഡി നടത്തും. ഈ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ഒക്കെ നോക്കുമല്ലോ.
നമ്മൾ ഈ ഫോൺ ഇറക്കി കഴിഞ്ഞിട്ട് റിവ്യൂ നോക്കിയാൽ അറിയാം ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ പ്രൊഡക്റ്റിനെ കുറിച്ച്. അത് നോക്കിയിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സോ ചേഞ്ചസോ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. Next is based on the fact that the services are only made available if customers need them. Okay. ഇതിന്റെ മേജർ ഡിസഡ്വാൻറ്റേജ് ഇതിന് സോഷ്യൽ വെൽഫെയറുമായിട്ട് യാതൊരുവിധ എന്താണ് ഫോക്കസും ഇല്ലെന്നുള്ളതാണ്. ബിക്കോസ് അവരുടെ കൺസെപ്റ്റ് ആ വസ്തു വിൽക്കാണ്, കസ്റ്റമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അവർ പ്രൊഡക്റ്റ് സെല് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതിൽ സൊസൈറ്റിക്ക് വേണ്ടിയോ നേഷന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ഫോക്കസും ഈ കൺസെപ്റ്റിനില്ല. Disadvantage. The last one is the social marketing concept. The last concept is a social marketing concept. ഇതിപ്പോൾ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ആസ് എ ഹോൾ നോക്കിയിട്ട് സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണിത്. It highlights the needs and wants of a target market and they deliver of better value than its competitors. It also highlights the importance of well-being of customers and society as a whole. അതായത് വെൽബീങ് ഓഫ് കസ്റ്റമറും സൊസൈറ്റിയും ഇവർ സ്റ്റഡി ചെയ്തിട്ട് അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അത് അവരുടെ കോമ്പറ്റീറ്റർ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഇതിൽ എന്താണ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. Companies receive long-term profit not only from the viewpoint of consumer but also for society. കമ്പനീസിന് ലോങ് ടൈം പ്രോഫിറ്റ് ഇങ്ങനൊരു സൊസൈറ്റിയും കൂടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ലോങ് ടൈം എക്സിസ്റ്റ് ചെയ്യും. സൊസൈറ്റിക്കും കൺസ്യൂമേഴ്സിനും എല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ഈ ഒരു സ്ട്രാറ്റജി ഇഷ്ടപ്പെടുകയും ഈ ഒരു കൺസെപ്റ്റ് ലോങ് ടൈമിൽ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പം കമ്പനിയുടെ പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ 5 concept: production concept, product concept, selling concept, marketing concept, and the social marketing concept. ഈ 5 concept ആണുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്സ്. കുറച്ചുകൂടി ഉണ്ട് ഈ ഒരു മൊഡ്യൂള്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്താണെന്നുള്ള ഒന്ന് ഓടിച്ചിട്ട് വരാം. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് 2 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഉണ്ട്. ഇതൊരു കമ്പനിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ്, ഒരു ഫേമിന്റെ മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. There are 2 types of marketing environment. Internal environment ഉണ്ട്, external environment ഉണ്ട്. Internal environment are known as controllable factors and external environment are known as uncontrollable factors. കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കുള്ളിൽ തന്നെയുള്ള പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് ഈ കൺട്രോളബിൾ ഫാക്ടേഴ്സ്. അത് കാരണം ഈ കമ്പനിക്ക് ഒരു ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഈ ഫാക്ടേഴ്സിനെ കുറിച്ച്. കമ്പനിക്ക് അതനുസരിച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. അതിനെയാണ് internal environment അല്ലെങ്കിൽ controllable factors എന്ന് പറയാം. Okay, it refers to factors existing within a marketing firm. It is called as controllable factors because the company has control over these factors. അപ്പോൾ external environment എന്തായിരിക്കും? It refers to the factors existing outside a marketing firm. അതായത് മാർക്കറ്റിംഗ് ഫേമിന് ഔട്ട്സൈഡ് ഉള്ള ഫാക്ടേഴ്സ് ആയിരിക്കും എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അതിന് കമ്പനിക്ക് ഡയറക്റ്റ് ആക്സസ്, ഈ ഫാക്ടേഴ്സിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ലായിരിക്കും. ഇത്ര ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം, സ്റ്റഡി ചെയ്യണം, നോട്ട്സ് എഴുതി വെക്കണം. ഓക്കെ, ബൈ.